അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് മോഷൻ ഇൻ എ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് ചാപ്റ്റർ ആണ്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമ്മൾ നിൽക്കുന്നത് മോഷൻ ഇൻ സെൻട്രൽ ഫോഴ്സ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു മോഷൻ ഇൻ സെൻട്രൽ ഫോഴ്സ് ഫീൽഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എനർജിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റത്തിൽ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്? ലഗ്രാഞ്ചിനാണ്. ഓക്കെ, നിങ്ങൾ ആ ലഗ്രാഞ്ചിയൻ ചാപ്റ്റർ ഒക്കെ പഠിപ്പിച്ച് ഡീലായിട്ട് പറഞ്ഞാണ്. ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു ലഗ്രാഞ്ചിയൻ സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അതിന്റെ ആ എനർജി ഡിറ്റർമിൻ ചെയ്യുന്നതിന് ഏകദേശം എന്താണ്, അല്ലെങ്കിൽ എനർജിയുടെ ഒരു എനർജിയുടെ ഒരു പാരാമീറ്റർ ആണ് ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടൺ എന്നൊക്കെ പറയാം. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു എനർജി ടേം നമുക്കിപ്പോൾ ലഗ്രാഞ്ചിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറൈവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ എ സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് അല്ലെങ്കിൽ എനർജി ഇക്വേഷൻ ഫോർ എ സെൻട്രൽ ഫോഴ്സ് മോഷൻ ദ ടേംസ് ഓഫ് ലഗ്രാഞ്ചിൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അത് വേറൊന്നുമില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് പഠിച്ച് നിർത്തിയത് അതിന്റെ തന്നെ ലഗ്രാഞ്ചിൻ ഫോമിൽ. ഓക്കെ, അതേ ഇക്വേഷൻ തന്നെ കിട്ടും. ലഗ്രാഞ്ചിൻ വെച്ച് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേറ്റ് എനിക്കൊരു കാര്യം പറയേണ്ടത്, നിങ്ങളുടെ ചില ടെക്സ്റ്റുകളിൽ ഇപ്പോൾ ആംഗുലാർ മൊമെന്റം, ടോട്ടൽ ആംഗുലാർ മൊമെന്റം നമ്മൾ ചിലതിൽ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യും, ചിലതിൽ ക്യാപിറ്റൽ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യും, ചില സ്മോൾ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആംഗുലാർ മൊമെന്റത്തിന് റെപ്രസെന്റേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൽ ആയാലും സ്മോൾ എൽ ആയാലും ജെ ആയാലും എന്ത് തന്നെയാണ്? ടോട്ടൽ ആംഗുലാർ മൊമെന്റം തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതിൽ നമ്മൾ ലഗ്രാഞ്ചിൻ യൂസ് ചെയ്താണ് ഡിറൈവ് ചെയ്ത് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ലഗ്രാഞ്ചിയനിൽ എൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് ജസ്റ്റ് ഞാൻ ജെ എന്ന് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ ആവണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ ലഗ്രാഞ്ചിൻ ആംഗുലാർ മൊമെന്റം എടുത്തത് എന്തിനാണ്? രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഇപ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടി, കാരണം ലഗ്രാഞ്ചിൻ എല്ലും എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് ജസ്റ്റ് എന്ത് ചെയ്തു, ജെ എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത് നോക്കുക. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർ ആണ് കേട്ടോ. ലഗ്രാഞ്ചിയൻ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ആർ വേറൊന്നുമില്ല, എന്താണ്? എനർജിയുടെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റത്തിന്റെ ലഗ്രാഞ്ചിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് എൽ എന്ന് പറയുന്നത് നമ്മൾ ലഗ്രാഞ്ചിയൻ എന്ന ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ നമ്മൾ കൈനറ്റിക് എനർജി ടേമായിട്ട് പൊട്ടൻഷ്യൽ എനർജി ടേമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലഗ്രാഞ്ചിയനെ കൊടുക്കാൻ പറ്റും. ലഗ്രാഞ്ചിയൻ എൽ എന്ന് പറയുമ്പോൾ എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി ആണ്, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി മൈനസ് പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ ലഗ്രാഞ്ചിയൻ എന്ന് പറയുന്നത്. ഹാമിൽട്ടൺ ഓർക്കുന്നുണ്ടോ? ഹാമിൽട്ടൺ എന്താണ്? ഹാമിൽട്ടൺ ഇസ് ഈക്വൽ ടു ടി പ്ലസ് വി. ഓക്കെ, ഹാമിൽട്ടൺ ആണ് ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഒന്ന് യൂസ് ചെയ്തെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ലഗ്രാഞ്ചിനാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്തത്. എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷന്റെ കേസിൽ നമുക്കിവിടെ കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി ടേം നമുക്കവിടെ യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഒരു പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ടിയുടെ വാല്യൂ ആണ്. ടി മീൻസ് അവിടുത്തെ കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ടി ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി കെ ഇ വിച്ച് വിൽ ബി ഈക്വൽ ടു ഹാഫ് മ്യൂ പി സ്ക്വയർ അല്ലേ വരേണ്ടത്. ഓക്കെ, വി എന്ന വെലോസിറ്റി ആണ്. അപ്പൊ ഇവിടെ നമുക്ക് വെലോസിറ്റി എന്ത് ചെയ്യാം, ഇൻ ടേംസ് ഓഫ് നമുക്ക് പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ വെലോസിറ്റി കൊടുക്കാം. അപ്പൊ ആ ഒരു സമയത്ത് വരുന്നത് ഹാഫ് മ്യൂ, ഇവിടെ വിക്ക് പകരം ഞാൻ ആർ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിന്റെ ബേസിൽ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയറിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ കൈനറ്റിക് എനർജി ടേം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ടേം എന്തായിരിക്കും? ദാറ്റ് ഇസ് പൊട്ടൻഷ്യൽ എനർജി ടേം നമുക്കിവിടെ യു ഓഫ് ആർ എന്ന് കൊടുക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ നമുക്കിവിടെ യു ആണല്ലോ, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് അതിനെ യു ഓഫ് ആർ എന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ യു ഓഫ് ആർ എന്ന് കൊടുത്തു. പൊട്ടൻഷ്യൽ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ടേം കൊടുക്കേണ്ട, കാരണം പൊട്ടൻഷ്യൽ നമുക്ക് പല രീതിയിൽ വരാം. ഇപ്പോൾ അതൊരു ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ആയിരിക്കും, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആയിരിക്കും. ഓക്കെ, പല രീതിയിൽ പൊട്ടൻഷ്യൽസ് വരാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഇതൊരു ടി മൈനസ് പി. ഓക്കെ, അതായത് അല്ലെങ്കിൽ യു എന്ന് കൊടുക്കാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി യു എന്ന് കൊടുത്തു. ഓക്കെ, പി പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യണം, നമ്മുടെ ലഗ്രാഞ്ചിൻ ഇക്വേഷനിലോട്ട്, ഓക്കെ, ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ലഗ്രാഞ്ചിൻ ഇക്വേഷനിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്യുക. എന്ത് കിട്ടും? എൽ ഇസ് ഈക്വൽ ടു ടി മൈനസ് വി ആണ്, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ
തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, മൈനസ് പൊട്ടൻഷ്യൽ എനർജി ടേം വേണം, അതെന്താണ് യു ഓഫ് ആർ ആണ്. ഓക്കെ, യു ഓഫ് ആർ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് ബാക്കി ഇതിന്റെ ആവശ്യമില്ല. ഓക്കെ, റേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഗ്രാഞ്ചിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ലഗ്രാഞ്ചിൻ ഇക്വേഷൻസ് ഓഫ് മോഷൻ നമുക്ക് അവിടെ ഡിറൈവ് ചെയ്യണം. അപ്പോൾ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാൻ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ്, ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ, അപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡോ എൽ ബൈ ദാറ്റ് ഈസ് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട്. ഓക്കെ, ഡോ ആർ ഡോട്ട്. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ആർ ആണ് നമ്മൾ ലഗ്രാഞ്ചിൻ എടുക്കുന്നത്. മൈനസ് ഡോ എൽ ബൈ ഡോ ആർ എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ ലഗ്രാഞ്ചിൻ ഇക്വേഷൻ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് എൽ ഇവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് ആദ്യം ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് നമുക്ക് അവിടെ ഡിറ്റർമിൻ ചെയ്യാം. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ അവിടെ ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വിത്ത് റെസ്പെക്ട് ടു ആർ ഡോട്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ നമുക്ക് അകത്തോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ കൊടുക്കാം, ഹാഫ് മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഈ ഒരു വാല്യൂ ഉണ്ടോ? ഇതെന്ന് വെച്ചാൽ എന്താണ്? ഇതിൽ ആർ ഡോട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, അതായത് ഈ ഒരു ടേമിൽ മാത്രമേ ആർ ഡോട്ട് ഉള്ളൂ. അപ്പോൾ പാർഷ്യലി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എവിടെയാണോ ആ ഒരു ഫംഗ്ഷൻ ഉള്ളത് അത് മാത്രമേ നമുക്ക് ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഈ ടേം എന്തായിരിക്കും? ഇതവിടെ കോൺസ്റ്റന്റ് ടേം ആയിട്ട് പോകും. അപ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡോ എൽ ബൈ ഡോ ആർ ഡോട്ടിന് വരെ എന്ത് മാത്രമേ കിട്ടത്തുള്ളൂ? നമുക്കിവിടെ ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ ഇങ്ങനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, ഡോ ബൈ ഡോ ആർ ഡോട്ട് ഓഫ് ഡോ ബൈ ഡോ ആർ ഡോട്ട് പ്ലസ് എന്ത് വരും? ഡോ ബൈ ഡോ ആർ ഡോട്ട് ഓഫ് ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് എക്സ്പാൻഷൻ ഫോം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ കണ്ട ഇതിൽ ആർ ഡോട്ടിന്റെ ഒരു പാരാമീറ്റേഴ്സും ഇല്ല, ഒരു വാല്യൂസ് നമുക്ക് അവിടെ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ടേം കംപ്ലീറ്റ് നമുക്ക് അവിടെ 0 ആയിട്ട് പോകും. ഡെറിവേറ്റീവ് 0 ആണ്, കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എപ്പോഴും 0 ആണ്, 0 ആയിട്ട് പോയി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത് ഡോ ബൈ ഡോ ആർ ഡോട്ട് ഓഫ് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്? എൻ എക്സ് റൈസ് ടു എൻ മൈനസ് 1 ആണ്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ആർ ഡോട്ട് സ്ക്വയറിൻ്റെ 2 ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ ഡോട്ട് എന്നായിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമുക്ക് 2 ഇൻറ്റു ക്യാൻസൽ ചെയ്യാം. അങ്ങനെ എനിക്ക് ഡോ എൽ ബൈ ഡോ ആർ എന്ത് കിട്ടി? ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്? ഡോ എൽ ബൈ ഡോ ആർ ഡോട്ട് വിൽ ബി ഈക്വൽ ടു മ്യൂ ആർ ഡോട്ട് എന്ന് കിട്ടും. ഓക്കെ, മ്യൂ ആർ ഡോട്ട്. ഇപ്പൊ എനിക്ക് ഒന്നാമത്തെ കേസ് ആയത് ഇതിനകത്ത് കിടക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ എനിക്ക് ഇവിടെ ആയിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് എനിക്ക് ഡോ എൽ ബൈ ഡോ ആർ എനിക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, ഡോ എൽ ബൈ ഡോ ആർ. അപ്പൊ അതും നമ്മൾ ഈ ഒരു ലഗ്രാഞ്ചിന്റെ ഇക്വേഷൻ തന്നെ കൊടുക്കുന്നു. ഓക്കെ, ലഗ്രാഞ്ചിൻ കൊടുക്കുമ്പോഴേ ഇവിടുത്തെ ഈ ഒരു യു ഓഫ് ആറും 0 ആയിട്ട് പോയി, അത് പറയാൻ വിട്ടുപോയി. ഓക്കെ, യു ഓഫ് ആറും കൂടി നമുക്ക് അവിടെ 0 ആയിട്ട് പോകും കേട്ടോ, കാരണം അതും കോൺസ്റ്റന്റ് അല്ലേ അവിടെ വെച്ച് നോക്കുമ്പോൾ. ആറിന് വാല്യൂ ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി മാത്രമാണ്, അതും അവിടെ 0 ആയിട്ട് പോകും. അടുത്ത നമ്മൾ കൊടുക്കുന്ന സമയത്ത് അടുത്ത വാല്യൂ എന്താണ്? എല്ലിൽ ഈ ഒരു ടേം അപ്ലൈ ചെയ്ത് നമുക്ക് ഒന്ന് ഡെറിവേറ്റീവ് എടുത്ത് നോക്കാം. ദാറ്റ് ഈസ് ഡോ എൽ ബൈ, ഇവിടുത്തെയാണ് എടുക്കുന്നത്, ഡോ എൽ ബൈ ഡോ ആർ. ഡോ എൽ ബൈ ഡോ ആർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്? ഡോ ബൈ ഡോ ആർ ഓഫ് മ്യൂ ഇൻറ്റു ഹാഫ് ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ, ഹാഫ് ഇൻറ്റു ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ഡോ ബൈ ഡോ ആർ ഓഫ് ഹാഫ് ഇൻറ്റു മ്യൂ ഇൻറ്റു ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ ആർ ഓഫ് യു ഓഫ് ആർ. ഓക്കെ, യു ഓഫ് ആർ ഉണ്ടോ? ഇവിടെ ഇപ്പൊ നമുക്ക് ഇത് ആറാണ്, ഡോ ബൈ ഡോ ആർ ആണ് കേട്ടോ, ഡോ ബൈ ഡോ ആർ. അപ്പൊ ഇവിടെ നമുക്ക് ഡോട്ട് ഒന്നും ഇല്ലല്ലോ, ഇവിടെ നമുക്ക് ഡോട്ട് മാത്രമേ ഉള്ളൂ, ആർ ഡോട്ടേ ഉള്ളൂ. അപ്പൊ ഇതെന്തായിരിക്കും? ഈ ഒരു ടേം ഇവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് പോകും? ദിസ് വിൽ ബി ഈക്വൽ ടു 0 ആണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ആറിന്റെ വാല്യൂസ് ഉണ്ട്, വേരിയബിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ഡെറിവേറ്റീവ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഡെറിവേറ്റീവ് കൊടുക്കാനായിട്ട് സാധിക്കും. വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടാം? ഇവിടെ നമുക്ക് കിട്ടുന്ന ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മ്യൂ ആർ, ഒരു 2 വരും, ഹാഫ് ഉണ്ട്, ആറിന്റെ സ്ക്വയറിന്റെ ഒരു 2 അവിടെ വരുന്നുണ്ട്, ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് 2 ഉണ്ട്, ദെൻ തീറ്റ ഡോട്ട് സ്ക്വയർ. അപ്പോൾ തീറ്റയ്ക്കൊന്നും ഡെറിവേറ്റീവ് വരത്തില്ല കേട്ടോ, കാരണം ഏതാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്, വിത്ത് റെസ്പെക്ട് ഏതിനാണ് എടുക്കുന്നത് അതിന്റെ ഡെറിവേറ്റീവ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. ഓക്കെ, തീറ്റ ഡോട്ട് സ്ക്വയർ നമുക്ക് അതുപോലെ തന്നെ കിടക്കും. അപ്പോൾ ഈ ഒരു 2 ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഡെറിവേറ്റീവ് ക്യാൻസൽ ചെയ്യാത്തതെന്ന് മനസ്സിലായോ? കാരണം ഇവിടെ യു എന്ന് പറഞ്ഞാൽ ഈ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അവിടെ ആറിന്റെ ഒരു ഫാക്ടറാണ്. ഓക്കെ, പൊട്ടൻഷ്യൽ നമുക്കിപ്പോൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ നമ്മൾ നോക്കിയാലും
അതിന്റെ വാല്യൂ വന്നിട്ട് Gmm/r². ഓക്കെ, r² എന്ന രീതിയിലായിരിക്കും ആ ഒരു പൊട്ടൻഷ്യൽ അവിടെ വരുന്നത്, അല്ലെങ്കിൽ ആ ഒരു r², അല്ലെങ്കിൽ റേഡിയസിന് അല്ലെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിനനുസരിച്ച് വേരി ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ആ പൊട്ടൻഷ്യൽ അവിടെ വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല, ആ ഡെറിവേറ്റീവ് നമുക്ക് 0 ആവത്തില്ല. അത് നമുക്ക് ∂u/∂r എന്ന് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ ഒരു ∂L/∂rന്റെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്, ∂L/∂r എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു mu r into θ.2 ആണ്. ഓക്കെ, θ.2 മൈനസ് ∂u/∂r ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുള്ള ∂L/∂r ഡോട്ടിന്റെ ഒരു ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം, d/dt. അപ്പൊ അതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സ്റ്റെപ്പാണ്. ഓക്കെ, ഈ സ്റ്റെപ്പിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇക്വേഷൻ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് d/dt ഓഫ് mu r ഡോട്ട്. ഓക്കെ, mu r ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും, ഈ ഒരു വാല്യൂ എന്തായിരിക്കും, ഇവിടെ ആർ ഡോട്ട് ഉണ്ട്. ആർ ഡോട്ട് മീൻസ് d/dt ആണ്. ഓക്കെ, സോറി, dr/dt ആണ് നമ്മൾ എന്ത് പറയുന്നത്, ആർ ഡോട്ട് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആർ ഡോട്ട്. അപ്പൊ ഇതിന്റെ ഒന്നുകൂടി ഞാൻ ഡെറിവേറ്റീവ് എടുക്കുന്ന രീതിയാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ആർ ഡോട്ട് അല്ലെങ്കിൽ dr/dt-നെ ഞാൻ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്, d²r/dt² ആയിട്ട് മാറും, സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അതായത് ആർ ഡബിൾ ഡോട്ട് ആയിട്ട് മാറും. അപ്പോൾ d/dt ഓഫ് mu r ഡോട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, mu ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് ആണ്. എന്ത് ചെയ്തു, സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട്. അത്ര മാത്രമേ അവിടെ ചേഞ്ച് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ലെഗ്രാഞ്ചിന്റെ ഫസ്റ്റ് ടേം mu r ഡബിൾ ഡോട്ട് എന്ന് കിട്ടി. സെക്കൻഡ് ടേം എന്ത് കിട്ടിയിട്ടുണ്ട്, ∂L/∂r നമുക്കിവിടെ കിട്ടിയത്, ദാറ്റ് ഈസ് mu r θ.2 മൈനസ് mu r² എന്നാണ് കിട്ടിയത്. അപ്പൊ ഞാൻ ഈ ഒരു ഫംഗ്ഷൻ ലെഗ്രാഞ്ചിൻ ഇക്വേഷനിലോട്ട് ഇപ്പൊ കിട്ടിയ റിസൾട്ട്, അപ്പൊ ഇപ്പൊ കിട്ടിയ റിസൾട്ട് ഞാൻ ഹൈലൈറ്റ് കാണിക്കാം. ഒന്നാമത് കിട്ടിയ നമുക്ക് റിസൾട്ട് ഏതാണ്, ഇവിടെ mu കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു വാല്യൂ ഇതാണ് നമുക്ക് ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, ഈ ടേമിൽ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ കിടക്കുന്ന ടേമിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇക്വേഷൻ ഞാൻ എഴുതാം. വേറെ ചെയ്യില്ല, ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ എഴുതുവാണ്. ദാറ്റ് ഇസ് d/dt ഓഫ് mu r ഡോട്ട്. ഓക്കെ, mu r ഡോട്ട് മൈനസ് mu r ഇൻറ്റു θ.2. ഓക്കെ, ഈ θ.2 മൈനസ് എന്ത് വരും, മൈനസ് ∂u/∂r ടേം കൂടി ഇവിടെ വരും. ഓക്കെ, മൈനസ് ∂u/∂r. അപ്പൊ ഇത് ഇവിടെ ഒരു മൈനസ് വാല്യൂ ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇവിടെ എന്താവും, ഇത് പ്ലസ് ആയിട്ട് വരും കേട്ടോ. ഇതിനകത്ത് ഈ ഒരു ടേം അവിടെ നമുക്ക് പ്ലസ് ആയിട്ട് പ്ലസ് കൊടുക്കണ്ട. ഓക്കെ, ഇത് മൈനസ് ചെയ്യാനാണ്. ഓക്കെ, മൈനസ് കിടക്കട്ടെ. മൈനസ് ∂u/∂r എന്ന് കിട്ടും, വിച്ച് വിൽ ബി ഈക്വൽ ടു 0. അപ്പൊ ഇതാണ് നമുക്ക് ലെഗ്രാഞ്ചിയൻ ഇക്വേഷൻ കിട്ടുന്നത്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു d/dt വരെ എന്ത് കൊടുക്കാം, ആർ ഡബിൾ ഡോട്ട് എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആർ ഡബിൾ ഡോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു mu മൈനസ് mu r θ.2 മൈനസ് ∂u/∂r. ഇനി ഈ ഒരു സെൻട്രൽ ഫോഴ്സിയുടെ മോഷൻ എന്ന് പറയുന്ന ഒരു കൺസർവേറ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സിസ്റ്റമാണ് കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേറ്റീവ് ഫോഴ്സിന് ആക്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് നേരത്തെ ഒരു റിലേഷൻ അറിയാം. എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ആണ് എന്നറിയാം. അപ്പൊ ഇതാണ് പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഉണ്ടാവും, മൈനസ് ∂u/∂r. അതെന്താണ്, ദാറ്റ് ഇസ് ദ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ, എപ്പോഴും കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ അത് ഗ്രേഡിയന്റ് നെഗറ്റീവ് പൊട്ടൻഷ്യലിന്റെ നെഗറ്റീവ് ഗ്രേഡിയന്റ് ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു മൈനസ് ∂u/∂r നമുക്ക് എന്ത് കൊടുക്കാം, മൈനസ് ∂u/∂r ഇസ് ഈക്വൽ ടു എഫ് ആയിരിക്കും. അവിടെ എന്തായിരിക്കും, ഫോഴ്സ് ആയിരിക്കും ആസ് എ ഫംഗ്ഷൻ ഓഫ് ആർ, അല്ലെങ്കിൽ ആറിനനുസരിച്ച് മാറുന്ന ഫോഴ്സ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് ഓൺ റീഅറേഞ്ച് ദിസ് ഇക്വേഷൻ വി ആർ ഗെറ്റിംഗ് ആർ ഡബിൾ ഡോട്ട് mu which will be equal to minus. Okay, r double dot mu minus mu r θ.2 minus f of r നേട്ടം. ഓക്കെ, മൈനസ് f of r is equal to 0 എന്നായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഫോഴ്സിന്റെ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് സാധിച്ചു. ഓക്കെ, ഫോഴ്സിന്റെ ഇക്വേഷൻ കൊടുത്തു. ഇതിൽ ഞാൻ സിമ്പിൾ ഇട്ടതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി തോന്നുന്നു. നമുക്കിവിടെ ∂L/∂r mu r θ.2 അല്ലേ, നമുക്കിവിടെ മൈനസ് ∂L/∂r ആണ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് എന്താവും, ഇത് 0 വരും, ഇവിടെ പ്ലസ് വരും. ഓക്കെ, ഇത് മൈനസും ഇത് പ്ലസും ആണ്. ഓക്കെ, അത് നോക്കുകയാണ് കേട്ടോ, കറക്റ്റ് ചെയ്യുന്നത്. അത് എഴുതിയെടുത്തെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്യുക. പ്ലസ് ആണ് കേട്ടോ വരുന്നത്, മൈനസും ഇത് പ്ലസ്. കാരണം ഇവിടെ നമുക്ക് mu r θ.2 മൈനസ് ∂u/∂r ആണ്. അപ്പോൾ നമ്മൾ നേരെ എടുത്ത് ഈ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഇതിന്റെ ഫ്രണ്ടിൽ വരും. ഈ മൈനസും ഈ ഒരു മൈനസും ഇതും കൂടി എന്തായി മാറും, അത് പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് ആണ് വരുന്നത്.
അപ്പോൾ അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു മൈനസ് ഡോ യു ബൈ ഡോ ആർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈനസ് ഇൻറ്റു മൈനസ് അത് പ്ലസ് ആയിട്ട് കിട്ടും. ഓക്കെ, മൈനസ് ഡോ യു ബൈ ഡോ ആർ നമുക്ക് എഫ് ആർ എന്ന് കൊടുക്കാം. അങ്ങനെ ആർ ഡബിൾ ഡോട്ട് മ്യൂ മൈനസ് മ്യൂ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ മൈനസ് എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു 0 എന്നായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് നമുക്ക് ഈ ഫോഴ്സിന്റെ ഇക്വേഷനിലോട്ട് ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്ത് വേറെ ഒന്നും ചെയ്യേണ്ട, എഫിനായിട്ട് നേരെ എന്ത് ചെയ്യാം, ആർ എസ് എസിലോട്ട് റിമൂവ് ചെയ്യുക. അപ്പോൾ ആർ ഡബിൾ ഡോട്ട് മ്യൂ മൈനസ് മ്യൂ ആർ തീറ്റ ഡോട്ട് സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, അതാണ് ഇവിടുത്തെ ഫോഴ്സിന്റെ വാല്യൂ. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അറിയാം എന്താണ് ഒരു റേഡിയൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഇക്വേഷൻ കണ്ടിരുന്നു. ഓക്കെ, റേഡിയൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് നമ്മൾ എടുത്തു, ആ ഒരു എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് ആംഗുലർ മൊമെന്റ് കണ്ടുപിടിച്ചതിന് ശേഷം നേരെ എന്ത് ചെയ്തു, ഈ ഒരു ഇക്വേഷനിലോട്ട് നമ്മൾ അവിടെ വന്നിരുന്നു. അപ്പൊ ഇതില് നമുക്ക് ഈ ഒരു ടേം, ഓക്കെ, മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് സ്ക്വയർ, ഓക്കെ, മ്യൂ ആർ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, മ്യൂ ആർ സ്ക്വയർ തീറ്റ എന്ന് പറയുന്ന അവിടുത്തെ ആംഗുലർ മൊമെന്റം വാല്യൂ ആണ്. ഓക്കെ, ആംഗുലർ മൊമെന്റം വാല്യൂ ആയിട്ട് കിട്ടാം. ഈ തീറ്റ ദാറ്റ് ഈസ് ജെ ഈസ് ഈക്വൽ ടു മ്യൂ ആർ തീറ്റ ഡോട്ട്. ഓക്കെ, മ്യൂ ആർ തീറ്റ ഡോട്ട്, അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എന്താണ്, നമുക്ക് ചിലപ്പോൾ നമ്മൾ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്മോൾ എൽ എന്ന് റെപ്രസെന്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ജെ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, പല ടെക്സ്റ്റിലും ബുക്കിലും പല രീതിയിലാണ് എന്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഏത് കണ്ടാലും എന്താണ് ആംഗുലർ മൊമെന്റം ആണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഞാൻ അവിടെ ജെ എന്ന് എടുക്കാൻ കാരണം നമ്മൾ നേരത്തെ ലെഗ്രാഞ്ചിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അവിടെ നമ്മളൊരു എൽ യൂസ് ചെയ്തു, ക്യാപിറ്റൽ എൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ ഒരു ഡെറിവേഷനിൽ ഞാൻ എന്ത് ചെയ്തു, ജെ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആംഗുലർ മൊമെന്റത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലെറ്ററാണ് യൂസ് ചെയ്യാം കേട്ടോ, അത് മാറിപ്പോയിരിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. കാരണം ഇപ്പോൾ ലെഗ്രാഞ്ചിന് യൂസ് ചെയ്തുകൊണ്ട് മാത്രം ഞാൻ എന്ത് ചെയ്തു, ജെ ഈസ് ഈക്വൽ ടു എം ആർ തീറ്റ ഡോട്ട് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ തീറ്റ ഡോട്ട് സ്ക്വയർ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുക്കാം. തീറ്റ ഡോട്ട് ഈക്വൽ ടു എന്ത് കിട്ടും, ദാറ്റ് ഈസ് തീറ്റ ഡോട്ട് ഈക്വൽ ടു ജെ ബൈ മ്യൂ ആർ എന്ന് കിട്ടും. ഓക്കെ, ജെ ബൈ മ്യൂ ആർ. അപ്പോൾ നേരെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിലോട്ട് ഞാൻ ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ് കേട്ടോ. തീറ്റ ഡോട്ടിന്റെ വാല്യൂ നേരെ എടുത്ത് എന്ത് ചെയ്യുന്നു, തീറ്റ ഡോട്ട് സ്ക്വയർ ഇവിടെ ഉണ്ട്, അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. തീറ്റ ഡോട്ട് ഇതാണെങ്കിൽ തീറ്റ ഡോട്ട് സ്ക്വയർ എന്തായിരിക്കും, തീറ്റ ഡോട്ട് സ്ക്വയർ ഇസ് ഈക്വൽ ടു ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, മ്യൂ സ്ക്വയർ ആർ സ്ക്വയർ ആയിരിക്കും നമുക്ക് തീറ്റ ഡോട്ടിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു വാല്യൂ ഒന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, ഇവിടെ ഒരു ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ ആണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇവിടെ ഇത് മ്യൂ ആർ സ്ക്വയർ ആണ് കേട്ടോ, മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, r⁴ വരും. ഓക്കെ, ടെക്സ്റ്റിൽ നോക്കിയാൽ മതി, ക്ലിയർ തന്നെയാണ്. ജെ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് ആണ്, ക്ലിയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ജെ ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് കിട്ടി. നേരെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ തീറ്റ ഡോട്ട് സ്ക്വയർ ജെ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ r⁴ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, ആർ ഡബിൾ ഡോട്ട് മ്യൂ മൈനസ് ഇവിടെ ഒരു മ്യൂ ആർ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ആ മ്യൂ ആർ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇൻറ്റു എന്താണ് തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ വാല്യൂ ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ സ്ക്വയർ r⁴ എന്ന് കിട്ടി. ഓക്കെ, മ്യൂ സ്ക്വയർ r⁴ വിച്ച് വിൽ ബി ഈക്വൽ ടു എന്താണ്, അത് അവിടുത്തെ എഫ് ഓഫ് ആർ ആണ്, അല്ലെങ്കിൽ ഫോഴ്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ ഈ ഒരു മ്യൂ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ക്വയർ ക്യാൻസൽ ചെയ്തു, ഒരു ആർ ക്യാൻസൽ ചെയ്തു, ഇവിടെ അപ്പോൾ r³ ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എഫ് ഓഫ് ആറിന്റെ ഇക്വേഷൻ എന്താണ്, എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട്. ഓക്കെ, മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ r³ ഇതാണ് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയത്. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഓക്കെ, ഫോഴ്സിന്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്തു, ഇവിടുന്ന് ഇപ്പോൾ കിട്ടിയത് ഫോഴ്സിന്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒന്നുകൂടി റെഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, റെഡ്യൂസ് ചെയ്തെടുക്കുന്നത് വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ഫോഴ്സിന്റെ വാല്യൂ നമ്മൾ തിരിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്തിട്ട് ഫോഴ്സിന്റെ വാല്യൂ തിരിച്ചു കൊടുത്താൽ മതി. നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടുപിടിച്ച ഒരു ഇക്വേഷനാണ് എത്തേണ്ടത്, എനർജി ഇക്വേഷൻ ഈസ് ഈക്വൽ ടു ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 മ്യൂ ആർ സ്ക്വയർ പ്ലസ് യു. ഈ ഒരു ഇക്വേഷൻ ആണ് എനർജി ഇക്വേഷൻ. അപ്പോൾ ഇതിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കൊണ്ടെത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇതിപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പറഞ്ഞതിന് ശേഷം, ഓക്കെ, ദിസ് ഈസ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറഞ്ഞ ശേഷം നേരെ എന്ത് ചെയ്യണം, മ്യൂ ആറിന്റെ വാല്യൂ എടുക്കുന്നു. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് നോക്കുക. അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് മ്യൂ ആർ ഡബിൾ ഡോട്ട്. ഓക്കെ, മ്യൂ ആർ ഡബിൾ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ r⁵. ഈ ഫോഴ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പൊട്ടൻഷ്യലോട്ട് മാറ്റാം. കാരണം നമുക്ക് എന്താണ്, എനർജി ടേമിൽ എപ്പോഴും പൊട്ടൻഷ്യൽ വാല്യൂ മതിയല്ലോ, പൊട്ടൻഷ്യൽ ടേം മാത്രം മതി. അതുകൊണ്ട് ഞാൻ പൊട്ടൻഷ്യലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊട്ടൻഷ്യലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, പൊട്ടൻഷ്യലോട്ട് മാറ്റുന്ന സമയത്ത് മൈനസ് ഡോ യു ബൈ ഡോ ആർ ആയിട്ട് മാറും. ഓക്കെ, മൈനസ് ഡോ യു ബൈ ഡോ ആർ ആയിട്ട് മാറി. ഇനി ഇതിലിപ്പോൾ ഒരു ഡിഫറൻഷ്യൽ ഫോം അല്ലേ ഇത്.
ഇതൊരു ഡിഫറൻഷ്യൽ ഫോമാണ്, ഡോ ബൈ ഡോ ആർ ഫാക്ടർ ആയിട്ട് കിടപ്പുണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഫോമിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെയും കൂടി എന്ത് ചെയ്യണം, ഒന്ന് ഡിഫറൻഷ്യൽ ഫോമിലോട്ട് മാറ്റണം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേ സ്റ്റെപ്പ് ചെയ്തോ, ഡിഫറൻഷ്യൽ ഫോമിലോട്ട് മാറ്റി. അപ്പൊ നമുക്ക് ഈ ഒരു ജെ സ്ക്വയർ ബൈ മ്യൂ ആർ ക്യൂബ്, അപ്പൊ ഇതിന് നമുക്ക് ഡിഫറൻഷ്യലിലോട്ട് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനൊന്ന് ഡിഫറൻഷ്യലിലോട്ട് മാറ്റുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് -1/2 ഡോ ബൈ ഡോ ആർ ഓഫ്. ഓക്കെ, ജെ കോൺസ്റ്റന്റ് നിൽക്കും, അവിടെ മ്യൂ ആർ സ്ക്വയറിന്റെ വാല്യൂ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ച് വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ ആർ ഓഫ് ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, ക്യൂബ് അവിടെ മാറും. ഓക്കെ, 2r⁻² എന്ന രീതിയിൽ വരും. ഓക്കെ, നമുക്ക് സ്ക്വയർ ആയിട്ട് ആർ സ്ക്വയർ ആയിട്ട് മാറും. അതുപോലെ തന്നെ മൈനസ് ഡോ യു ബൈ ഡോ ആർ ഇവിടെ ഉണ്ട്. ഓക്കെ, ആ ഒരു വാല്യൂ ഉണ്ട്. ഇനി കോമൺ ആയിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ ഈ കോമൺ ആയിട്ട് ഈ ഡോ ബൈ ഡോ ആർ ഒന്ന് പുറത്തെടുക്കുക. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഡോ ബൈ ഡോ ആർ നമ്മൾ കോമൺലി ഒന്ന് ഔട്ട് എടുക്കുന്നുണ്ട്. ഡോ ബൈ ഡോ ആർ ഓഫ് -1/2 ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ, ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ മൈനസ് യു എന്നായിട്ട് മാറി. ഓക്കെ, ഇതാണ് നമ്മുടെ അവിടുത്തെ ആ ഒരു ഇക്വേഷൻ, ലാസ്റ്റ് ഇപ്പോൾ നമുക്ക് കിട്ടി നിൽക്കുന്ന ആ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ വരെ എത്തിക്കാൻ മനസ്സിലായല്ലോ. വേറെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തു, ഫോഴ്സിന്റെ ഇക്വേഷനിൽ മൈനസ് ഡോ യു ബൈ ഡോ എന്ന് പുറത്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു ഡെറിവേറ്റീവ് മാറ്റിയതായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഹാഫ് പുറത്തതിന് ശേഷം അതിൽ ഡെറിവേറ്റീവ് കൊടുക്കുന്നതാണ് ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന വാല്യൂ നമ്മളോട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇക്വേഷൻ വരെ എത്തിയതിനു ശേഷം ഇപ്പോൾ കിട്ടിയ ഇക്വേഷനെ, ഓക്കെ, ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇക്വേഷൻ നമ്പർ കൊടുത്തില്ല, ഞാൻ നോട്ട്സ് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ നമ്പർ ടൈപ്പ് ചെയ്താം. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ ബി എന്ന് എടുക്കുകയാണ്, നേരത്തെ ലഗ്രാഞ്ചിന് എ എന്ന് കൊടുത്തത്, അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഞാൻ ബി എന്ന് എടുക്കും. അപ്പോൾ മൾട്ടിപ്ലൈ ഇക്വേഷൻ ബി എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ ആർ ഡോട്ട് കൊണ്ട് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷന്റെ എൽ എച്ച് എസ് മ്യൂ ആർ ഡബിൾ ഡോട്ട് ആണ്. ഓക്കെ, മ്യൂ ആർ ഡബിൾ ഡോട്ട് ആണ് എൽ എച്ച് എസ്. ആർ എച്ച് എസ് ഫംഗ്ഷൻ ഈ കിടപ്പുണ്ട്. ഓക്കെ, ആർ എച്ച് എസ് ഫംഗ്ഷൻ നമുക്ക് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഒരു ആർ എച്ച് എസ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, എൽ എച്ച് എസിലും ആർ എച്ച് എസിലും ആർ ഡോട്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, മ്യൂ ആർ ഡബിൾ ഡോട്ട്. ഓക്കെ, മ്യൂ ആർ ഡബിൾ ഡോട്ട് ഇൻറ്റു ആർ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു, ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു മൈനസ് ഒരു മൈനസ് വാല്യൂ വരും കേട്ടോ, മൈനസ് ഡോ ബൈ ഡോ ടി, സോറി ഡോ ബൈ ഡോ ആർ അല്ലേ, മൈനസ് ഡോ ബൈ ഡോ ആർ അല്ല, ആറാണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മ്യൂ ആർ ഡബിൾ ഡോട്ട് ഡോ ബൈ ഡോ ആർ. ഓക്കെ, ഡോ ബൈ ഡോ ആറിൽ കിടക്കുന്നത് ഡോ ബൈ ഡോ ആർ ഓഫ് -1/2 ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ, ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ മൈനസ് യു ഇൻറ്റു ആർ ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, രണ്ടിടത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു ആർ ഡോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമ്മൾ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞ ദിവസത്തെ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ വേറെ ചെയ്യേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിനെ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ്, ഈ കിടക്കുന്ന ഇത്രയും ഫാക്ടർ, ഇത്രയും ഫംഗ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഡി ബൈ ഡി ടി ഓഫ് എന്ന രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് പ്രൊഡക്റ്റ് റൂൾ എടുത്തിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്യേണ്ടി വരും. പ്രൊഡക്റ്റ് റൂൾ എടുത്ത് സിംപ്ലിഫൈ ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ആൻസർ കൊടുത്താലും മതി. ഓക്കെ, പ്രൊഡക്റ്റ് റൂൾ എടുക്കണമെന്നില്ല. എന്ത് ചെയ്യുക, ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ, അതായത് നമുക്ക് പെട്ടെന്ന് എഴുതാൻ, പിന്നെ അതാണ് ഏറ്റവും നല്ലത്. അതായത് എന്ത് ചെയ്യണം, നമുക്ക് കൈനറ്റിക് എനർജി ടേമാക്കി മാറ്റണം, അത്രേ ഉള്ളൂ. ഈ ഒരു ഫംഗ്ഷനെ കൈനറ്റിക് എനർജി ടേമായിട്ട് മാറ്റണം. ഇത് കൈനറ്റിക് എനർജിയുടെ ഡെറിവേഷൻ ഫംഗ്ഷനാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഡെറൈവ് ചെയ്ത ഫംഗ്ഷനാണ് ഈ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുന്ന സമയത്ത്, ഓക്കെ, ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് വരുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ എന്നായിട്ട് മാറും, വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ ഒരു വാല്യൂ ഉണ്ടല്ലോ ഇവിടെ കിടക്കുന്ന ഈ ഡോ ബൈ ഡോ ആർ. അപ്പോൾ നമുക്ക് ഡോ ബൈ ഡോ ആറിനെ ഡോ ബൈ ഡോ ആർ, ഇത് ആർ ഡോട്ട് അല്ലേ, ആർ ഡോട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ഡോ ആർ ബൈ ഡോ ടി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഈ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്തിട്ട് ഇത് നമുക്ക് എന്തായിട്ട് മാറ്റാം, നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് തന്നെയാണ് ചെയ്തത്, ഡോ ബൈ ഡോ ടി. അപ്പോൾ ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ അതേ സ്റ്റെപ്പ് തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല, ഡയറക്റ്റ് എന്ത് അതുപോലെ നമുക്ക് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, ഡോ ബൈ ഡോ ടി ഓ ജെ സ്ക്വയർ ബൈ, ഒരു മൈനസ് കൂടെ ഉണ്ടല്ലോ, ഈ ഒരു മൈനസ് ഇങ്ങോട്ട് കൊടുപ്പിക്കുക. ഓക്കെ, ബൈ മ്യൂ ആർ സ്ക്വയർ പ്ലസ് യു എന്നാക്കി മാറ്റി, വേറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഈ ആർ ഡോട്ടിന് ഡോ ആർ ബൈ ഡോ ടി എന്ന് കൊടുത്തു. ഇവിടെ ഡോ ബൈ ഡോ ആർ ഉണ്ടായിരുന്നു, ഡോ ആറും ക്യാൻസൽ ചെയ്തു, ഡോ ബൈ ഡോ ടി എന്നാക്കി മാറ്റി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനെ, ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുന്നു, നേരെ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ കൊടുക്കുക. ഓക്കെ, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട്
ഈ സൈഡിൽ കൊണ്ടുവന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഒറ്റ ഇന്റഗ്രേഷനിൽ സോൾവ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിൽ ഇന്റഗ്രേഷൻ കൊടുക്കണ്ട. ഇതിനെ കൂടി ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഡോ ബൈ ഡോറ്റിയും ഡി ബൈ ഡിറ്റിയും സെയിം തന്നെയാണ്. കാരണം ഇവിടെ ആർ മാത്രമേ വേരിയിങ് പാരാമീറ്റർ ആയിട്ടുള്ളൂ. ഒറ്റ ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാം ആർ മാത്രമേ ഉള്ളൂ. യു ഓഫ് ആർ, അതുപോലെ തന്നെ ഇവിടെ ഒരു ആറ്, ഇതും ആർ ഡോട്ട്, എല്ലാം ആറിന്റെ ഫാക്ടേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡി ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാലും ഡോ ബൈ ഡോറ്റി എടുത്താൽ എന്ത് തന്നെയാണ്, സെയിം തന്നെ. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ, ഇപ്പോൾ എക്സും ഒയ്യും എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്തൊക്കെ എടുക്കുന്നത്, ഇതിപ്പോ ഡോ ബൈ ഡോറ്റി ഓഫ് എക്സ് എന്നും ഡോ ബൈ ഡോറ്റി ഓഫ് ഒയ് എന്ന രണ്ട് ഫംഗ്ഷൻസ് ഒക്കെ എടുക്കുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. അപ്പൊ ഇവിടെ ഇപ്പോൾ ഒറ്റ ഇതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാർഷ്യൽ എടുത്താലും നോർമൽ ഡിഫറൻസിയേഷൻ എടുത്താലും എന്ത് ചെയ്യുന്നതായിരിക്കും, സിമിലർ മീനിങ് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതും കൂടി ഡോ ബൈ ഡോറ്റി കൂടി ഞാൻ ഡി ബൈ ഡി ടി എന്നാക്കി മാറ്റി. ഇവിടെ ഇപ്പോൾ ഡി ബൈ ഡി ടി ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് എന്തൊക്കെ കിട്ടും, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. ഓക്കെ, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ടേം ഈ മൈനസ് ഇവിടെ കിടക്കുന്നുണ്ട്, ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും. മൈനസ് ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതെന്താവും, പ്ലസ് ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 mu r square. ഓക്കെ, ജെ സ്ക്വയർ ഡിവൈഡ് ബൈ 2 mu r square പ്ലസ് എന്ത് വരും, യു ഓഫ് ആർ വരും. ഓക്കെ, യു ഓഫ് ആർ വിച്ച് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ഇക്വേഷൻ ഡി ആയിട്ട് കൊടുക്കണം കേട്ടോ. ഇത് ഇക്വേഷൻ ഡി. നേരെ എന്ത് ചെയ്യുക, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. രണ്ടിടത്തും ഇന്റഗ്രേഷൻ കൊടുത്തു. ഇത് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും എന്താവും, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ വരുമ്പോൾ രണ്ടും ക്യാൻസൽ ആയിട്ട് പോകും. ബാക്കി നമുക്ക് കിട്ടുന്നത് ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ്, ഓക്കെ, ഹാഫ് മ്യൂ ആർ ഡോട്ട് സ്ക്വയർ പ്ലസ് ജെ സ്ക്വയർ ബൈ 2 mu r square. ഓക്കെ, 2 mu r square പ്ലസ് യു ഓഫ് ആർ എന്നാണ് കിട്ടുന്നത്. ഓക്കെ, യു ഓഫ് ആർ വിച്ച് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് 0. 0 ഒരു കോൺസ്റ്റന്റ് ടേം അല്ലേ. ഇന്റഗ്രൽ ഓഫ് 0 എന്താണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ഒരു സീറോയുടെ ഇന്റഗ്രൽ എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. റിവേഴ്സ് ആണ്. ഓക്കെ, ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ റിവേഴ്സ് പ്രോസസ് ആണ്, ഇൻവേഴ്സ് പ്രോസസ്സുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ഓഫ് 0 മീൻസ് എന്താണ്, ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ എന്താണ് കോൺസ്റ്റന്റ്, ഇവിടെ എനർജിയാണ് കോൺസ്റ്റന്റ്. ഓക്കെ, ഇതാണ് എനർജിയുടെ ഡെറിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡെറൈവ് ചെയ്തത്. പക്ഷെ അവിടെ നമ്മൾ ലെഗ്രാഞ്ചിന് യൂസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, ഫോഴ്സിന്റെ ഇക്വേഷൻ എടുത്ത് വന്നു. ഇത് നമ്മൾ ലെഗ്രാഞ്ചിന് കൂടി അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, രണ്ടും ഏകദേശം സിമിലർ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും സെയിം തന്നെയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഫോർമൽ സൊല്യൂഷനിലോട്ട് പോവാം. തീറ്റ മൈനസ് തീറ്റ 0 ഇന്റഗ്രൽ r 0 ടു r ആ ഒരു ഇക്വേഷനിലോട്ടൊക്കെ പോകാൻ പറ്റും. സെയിം തന്നെയാണ്. ഇവിടെ ഒന്നെന്ന് വെച്ചാൽ എന്താണ്, ഇത് കൈനറ്റിക് എനർജി ടേം, ഇത് സെൻട്രിപെറ്റൽ എനർജി ടേം, ഇത് പൊട്ടൻഷ്യൽ എനർജി ടേം ഈക്വൽ ടു ടോട്ടൽ എനർജി. ഓക്കെ, ഇത്രയും എനർജിയുടെ സമ്മേഷൻ ആണ് ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാവുന്ന ടോപ്പിക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൻ ഓർബിറ്റ് ആണ്. ഓക്കെ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ആൻ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ S1 നിങ്ങൾ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ. അപ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് കെ ബൈ എം ഈസ് ഈക്വൽ ടു 0 എന്ന രീതിയിൽ. ഓക്കെ, അപ്പോൾ അതുപോലെ ആ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിപ്പോൾ ഒരു ഓർബിറ്റിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഡെറിവേഷൻ ഒക്കെ ചോദിക്കാം കേട്ടോ. ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിനേഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് ഇതൊക്കെ പഠിച്ചിട്ട് വേണം പോകാനായിട്ട് എക്സാമിനേഷൻ. കാരണം ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതൊക്കെ ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും പേര് കാണുമ്പോൾ, പക്ഷെ ഒന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെറൈവ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെയും വരുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിൾ മെത്തേഡ് ക്ലിയർ ആയിട്ട് എങ്ങനെ നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഇൻ ദ കേസ് സെൻട്രൽ ഫോഴ്സ് മോഷൻ ഓഫ് എൻ ഓർബിറ്റ് ക്യാൻ ബി ഡിഡ്യൂസ്ഡ് ഫ്രം ദ റേഡിയൽ ഡിസ്റ്റൻസ് r. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം തൊട്ട് മുന്നേ, ഓക്കെ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു, അവിടെ നമുക്ക് എന്ത് പറഞ്ഞു, ഇവിടെ ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ ഉണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ CM എന്ന് സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ, ഓക്കെ, CF എന്ന് എടുക്കാം, സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ. ഒരു സെൻട്രൽ ഫോഴ്സ് ഫീൽഡ് മോഷൻ ഉണ്ടെങ്കിൽ അത് എന്തിന്റെയൊക്കെ പാരാമീറ്റേഴ്സ് ആണ്, ആറിന്റെയും തീറ്റയുടെയും പാരാമീറ്റർ ആണ്. അതെങ്ങനെ മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ ഒരു നമ്മുടെ സണ്ണ് ഇരിപ്പുണ്ട്, ചുറ്റും എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഡിസ്റ്റൻസ് അവിടെ ആറിന്റെ ഒരു ഫാക്ടറാണ്. അതുപോലെ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന തീറ്റ ഒരു ഫാക്ടറാണ്. ഇത് രണ്ടും അവിടെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആറിന്റെയും തീറ്റയുടെയും ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇക്വേഷനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ ഫോഴ്സ് ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ ഡെറൈവ് ചെയ്തായിരുന്നു. എന്താണ് ഫോഴ്സ്, എഫ് ഓഫ് ആർ. ഓക്കെ, എഫ് ഓഫ് തീറ്റ 0 ആണ്. ഓക്കെ, ടാൻജൻഷ്യൽ ഫോഴ്സ് 0 ആണ് നമ്മൾ പറഞ്ഞു. കാരണം ആംഗുലർ മൊമെന്റം കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നതുകൊണ്ട് എഫ് ഓഫ് തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കും. പിന്നെ അവിടെ റേഡിയൽ ഫോഴ്സ് ഈ ഒരു ആറിന്റെ പാരാമീറ്റർ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പോൾ എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട്. ഓക്കെ, മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് മ്യൂ ആർ
തീറ്റ ഡോട്ട് സ്ക്വയർ. ഓക്കെ, തീറ്റ ഡോട്ട് സ്ക്വയർ ഇതാണ് അവിടുത്തെ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഒരു തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ അവിടെ നേരത്തെ എന്ത് ചെയ്തു? തൊട്ട് മുന്നത്തെ പേജിൽ നമ്മൾ നേരത്തെ ആ തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ അവിടെ എന്താണ് ചെയ്തത്? അവിടുത്തെ ആംഗുലാർ മൊമെന്റം വാല്യൂ എടുത്തിട്ട് തീറ്റയുടെ വാല്യൂ നമ്മളോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കണ്ടോ? ജെ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് തീറ്റ ഡോട്ട് ജെ ബൈ മ്യൂ ആർ എന്ന് കൊടുത്തു. ഓക്കെ, മ്യൂ ആർ സ്ക്വയർ, ഓക്കെ മ്യൂ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. തീറ്റ ഡോട്ട് സ്ക്വയർ ജെ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ R⁴ എന്ന് കൊടുത്തു. അപ്പൊ അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് തീറ്റ ഡോട്ട് സ്ക്വയറിന്റെ വാല്യൂല് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ എഫ് ഓഫ് ആറിന്റെ ഇക്വേഷൻ ഇങ്ങനെ മാറ്റുവാണ്. ഓക്കെ, നമുക്ക് വേറെ ഒന്നും കൊടുത്തില്ല. എന്താണ്? ജെ ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ തീറ്റ ഡോട്ട്. ഓക്കെ, അവിടെ നിന്ന് ഞാൻ തീറ്റ ഡോട്ടിന്റെ വാല്യൂ എടുത്തു. തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു മ്യൂ ആർ സ്ക്വയർ, സോറി ജെ ബൈ മ്യൂ ആർ സ്ക്വയർ, ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് മ്യൂ ആർ ഇൻറ്റു ജെ സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ R⁴. ഓക്കെ, സിംപ്ലിഫൈ ചെയ്തതിനു ശേഷമുള്ള സ്റ്റെപ്പ് എഴുതാമേ. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതല്ലേ? സിംപ്ലിഫൈ ചെയ്തതിനു ശേഷമുള്ള സ്റ്റെപ്പ് കൂടെ എഴുതാം. മൈനസ് എന്ത് കിട്ടും? ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ R⁴. ഓക്കെ, ജെ സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ R⁴. ഇതില് ആർ ഡോട്ടിനെ, ഓക്കെ ആർ ഡോട്ട് ഉണ്ടല്ലോ, ആർ ഡോട്ട് നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? ആർ ഡോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, ആർ ഡോട്ട് എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. ഓക്കെ, ആർ ഡോട്ട് ഞാൻ എങ്ങനെ എഴുതുന്നു? ആർ ഡോട്ട് വിച്ച് വിൽ ബി ഈക്വൽ ടു, വേറെ ഒന്നും ചെയ്തില്ല, ഡി ആർ ബൈ ഡി തീറ്റ. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ മെത്തേഡ്സ് ഇനി യൂസ് ചെയ്യും. ഓക്കെ, ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. എന്തെങ്കിലും വേരിയേഷൻ വരും? വരത്തില്ല. കാരണം എന്താണ്? ഈ ഒരു ഡി തീറ്റയും ഈ ഒരു ഡി തീറ്റയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് തന്നെ കിട്ടും? ഈ ഒരു ഡി തീറ്റ ഇതും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ വീണ്ടും കിട്ടാൻ പോകുന്ന എന്ത് തന്നെയാണ്? ഡി ആർ ബൈ ഡി ടി തന്നെയാണ്. ഓക്കെ, ജസ്റ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് നോക്കാം. ഇതും ക്യാൻസൽ ചെയ്തു, ഇതും ക്യാൻസൽ ചെയ്തു, ബാക്കി ഡി ആർ ബൈ ഡി ടിനെ കിട്ടും. ഈ ഒരു ഇക്വേഷനിൽ വേറെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാൻ പറ്റും. ഇതിൽ ഈ ഒരു ഡി തീറ്റ ബൈ ഡി ടി എന്ത് തന്നെയാണ്? വിച്ച് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? അത് തീറ്റ ഡോട്ടിന്റെ വാല്യൂ ആണ്. അപ്പൊ ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു എന്ത് കിട്ടി? തീറ്റ ഡോട്ട് എന്ന് കിട്ടി. ഓക്കെ, തീറ്റ ഡോട്ട്, മനസ്സിലായോ? ഡി തീറ്റ ബൈ ഡി ടി മീൻസ് തീറ്റ ഡോട്ട്. ഓക്കെ, തീറ്റ ഡോട്ട് എന്ന് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ തീറ്റ ഡോട്ടിന് നമ്മളൊരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ്? തീറ്റ ഡോട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ജെ എന്നോ എൽ എന്നോ കൊടുക്കാം. ആംഗുലർ മൊമെന്റം എന്ന് വരണമെന്നേ ഉള്ളൂ. ജെ എന്നോ എൽ എന്നോ കൊടുക്കാം. അത് നിങ്ങൾ എക്സാമിനേഷൻ ഒക്കെ ഡെറിവേഷൻ എഴുതി തുടങ്ങുന്ന സമയത്ത് തന്നെ ഹിയർ ദ മ്യൂ ഇസ് ദ റെഡ്യൂസ്ഡ് മാസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി തുടങ്ങിയാൽ വേറെ പ്രശ്നം വരത്തില്ല. ചിലപ്പോൾ ഇൻ കേസ് ടീച്ചേഴ്സിന്റെ മാനുവലിൽ ആൻസർ കീയിൽ ചിലപ്പോൾ ജെ ആയിരിക്കാം കിടക്കുന്നത്, അല്ലെങ്കിൽ എൽ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം? കൺഫ്യൂഷൻ ആയി പോവാം. അവരെപ്പോഴും ഇതിനെ നോക്കണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഇനി എൽ എഴുതി എന്താണ് ലഗ്രാഞ്ചിൻ ആണോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് എന്ത് നിങ്ങൾ ഡെറിവേഷൻ ഒക്കെ എഴുതി തുടങ്ങുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം? ഹിയർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓവർബിറ്റ് എന്ന് പറഞ്ഞ ശേഷം ഹിയർ വി ആർ റൈറ്റിംഗ്, അല്ലെങ്കിൽ മ്യൂ ഇസ് ദ റെഡ്യൂസ്ഡ് മാസ്, ആർ ഇസ് ദ ഡിസ്റ്റൻസ്, റേഡിയൽ ഡിസ്റ്റൻസ്, ആൻഡ് തീറ്റ ഇസ് ദ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആൻഡ് ജെ ഇസ് ദ ആംഗുലർ മൊമെന്റം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? അങ്ങനെ എഴുതിയതിനു ശേഷം ഡെറിവേഷൻ തുടങ്ങുക. അല്ലാതെ നമ്മളിപ്പോൾ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് പോകുന്ന പോലെ ഒരിക്കലും ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇപ്പോൾ എഴുതിക്കുന്ന പോലെ എഫ് ഓഫ് ആർ ഇക്വൽ ടു മ്യൂ ആർ ഡോട്ട് അങ്ങനെ എഴുതിയിട്ട് കാര്യമില്ല കേട്ടോ. അപ്പൊ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും, ചിലപ്പോൾ ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, പക്ഷെ എന്താണ്? ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം എന്തൊക്കെയാണ് അവിടെ യൂസ് ചെയ്യുന്ന ടേംസ്, എന്തൊക്കെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അങ്ങനെ ആദ്യം ഒരു ചെറിയൊരു നോട്ട്സ്, ഒരു ബ്രീഫ് നോട്ട് കൊടുത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യാം? എഴുതി തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നോക്കാം. അപ്പൊ നമുക്ക് ഇത് തീറ്റ ഡോട്ട് ആണ്. അപ്പൊ തീറ്റ ഡോട്ടിന് പകരം ജെ ബൈ മ്യൂ ആർ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഡി ആർ ബൈ ഡി ടി, തീറ്റ ഡോട്ടിന് പകരം ജെ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ആർ ഡോട്ടിന്റെ വാല്യൂ ആണ്. അത് ഞാൻ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എഴുതിയിരിക്കുന്നത്. താഴെ എഴുതാതെ ഒറ്റ ലൈനിൽ എഴുതിയത് ഇത് എന്ത് തന്നെയാണ്? ആർ ഡോട്ട് തന്നെയാണ്. നമ്മൾ ആർ ഡോട്ടിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്തു? ഡി ആർ ബൈ ഡി ടി എന്നും വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് കൊടുത്തു. വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു തീറ്റ ഡോട്ട് ആണ്. അപ്പോൾ തീറ്റ ഡോട്ടിന്റെ വാല്യൂ നേരെ ഞാൻ ഇവിടെ നിന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇതിനെ ഒന്ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തേക്ക് കേട്ടോ. നമുക്ക് ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ വേണ്ടി വരും. ഇത് ഇക്വേഷൻ നമ്പർ 1ഉം ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 2. ഇതിനിവിടെ ഇക്വേഷൻ നമ്പർ 2 ആയിട്ടും കൊടുക്കുന്നു. അപ്പോൾ ഇത് എന്ത് ചെയ്തു? ഈ തീറ്റ ഡോട്ടിന്റെ വാല്യൂ നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിത് ഇവിടെ നോക്കാം. കണ്ടോ, ഈ ഒരു സ്റ്റെപ്പിൽ ഇവിടെ നമുക്ക് ആർ ഡബിൾ ഡോട്ട് ഉണ്ട് കണ്ടോ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് ഇത് ആർ ഡോട്ടല്ലേ ഉള്ളൂ.
ആർ ഡബിൾ ഡോട്ട് കണ്ടുപിടിക്കണം. ആർ ഡബിൾ ഡോട്ട് കണ്ടുപിടിക്കാൻ മീൻസ് ആർ ഡോട്ട് എന്ന് പറയുന്നത് ഡി ആർ ബൈ ഡി ടി ആണ്. ഓക്കെ, ഡി ആർ ബൈ ഡി ടി. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഒരിക്കൽ കൂടി ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഡി ബൈ ടി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി എന്താണ്? വിച്ച് വിൽ ബി ഈക്വൽ ടു ഡി സ്ക്വയർ ആർ ബൈ ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ ആണ്. അത് എന്ത് തന്നെയാണ്? ആർ ഡബിൾ ഡോട്ട് ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ കിടക്കുന്ന രണ്ടാമത്തെ ഇക്വേഷന് ഒന്നുകൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ഡോട്ട് ആണ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു ആർ ഡബിൾ ഡോട്ട് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ഫംഗ്ഷനിൽ, അതായത് നമുക്ക് ഇവിടെ കിടക്കുന്ന ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് പറയുന്ന ഇത്രയും ടേംസിന് എന്ത് ചെയ്യണം? ഒന്നുകൂടി ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ ഞാനത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ അതായല്ലോ, ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണം? ഓക്കെ, ഇത് നമുക്ക് ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ ആയി. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എടുത്ത് അവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണ്ട. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ ഇപ്പോൾ ക്ലിയർ ആയിട്ടില്ല, കുറച്ചുകൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതില് ഇപ്പോൾ നമുക്ക് ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി ഈ ഒരു ഫോമിൽ കിടക്കുന്നത്. ഓക്കെ, ഡി ബൈ ഡി ടി ഓഫ് ഡി ആർ ബൈ ഡി ടി എന്ന ഫോമിലാണ് നമുക്കിപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനൊന്നുകൂടി എന്ത് ചെയ്യണം? ഒന്നുകൂടി നമുക്ക് സോൾവ് ചെയ്തെടുക്കാം. സോൾവ് ചെയ്തെടുക്കുന്നത് ഈ ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഇവിടെ നമുക്കിപ്പോൾ ഡി ആർ ബൈ ഡി ടി ഉണ്ട്. ഇതിനെ വിച്ച് വിൽ ബി ഈക്വൽ ടു ഈ ഡി ബൈ ഡി തീറ്റ. ഓക്കെ, ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്നാക്കി മാറ്റി. ഓക്കെ, ഏത് ടേമിനെയാണ്? ഈ ഒരു ടേമിനെ. ഓക്കെ, ഈ ഒരു ടേമിനാണ് ഞാൻ എന്ത് ചെയ്തത്? ഈ ഒരു ഫോമിലോട്ട് മാറ്റി എഴുതിയിരിക്കുന്നത്. ഇൻറ്റു ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നും ചെയ്യില്ല, നേരത്തെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഈ ഡി ആർ ബൈ ഡി ടി സ്പ്ലിറ്റ് ചെയ്തതുപോലെ ഈ ഒരു ടേമിനെ കണ്ടോ? ഈ ഒരു ടേമിനെ ജസ്റ്റ് ഞാൻ എന്ത് ചെയ്തു? അതുപോലെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ ഡി തീറ്റയും ക്യാൻസൽ ചെയ്താൽ വീണ്ടും ഡി ബൈ ഡി ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ വേറെ മാറ്റമില്ല, നമുക്ക് എന്ത് ചെയ്യാം? അതുപോലെ കൊടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് ചെയ്തത്. അപ്പോൾ സ്റ്റെപ്പ് ഓരോന്നും ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. നോക്കിപ്പോൾ ഓരോ സ്റ്റെപ്പും ക്ലിയർ ആയിട്ട് നോക്കി പോവുക. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കഴിഞ്ഞു. അടുത്ത് നമുക്ക് ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ വേണം. ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്തു. അകത്തൊരു ഡി ആർ ബൈ ഡി ടി ഉണ്ട്, കൂടെ ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ഉണ്ട്. അത് നമ്മൾ ഡി ബൈ ഡി ടി വീണ്ടും ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത് വീണ്ടും ഈ ടേം അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇതിൽ ഈ ഡി തീറ്റ ബൈ ഡി ടി എന്താണ്? ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നത് വിച്ച് വിൽ ബി ഈക്വൽ ടു തീറ്റ ഡോട്ട് ആണ്. ഓക്കെ, തീറ്റ ഡോട്ട് ആണ്, തീറ്റയുടെ ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ തീറ്റ ഡോട്ട് ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതുവാണ്. അതായത് ഇതിവിടെ ഇട്ടിക്കുക കേട്ടോ, ഡി ബൈ ഡി തീറ്റ. ഓക്കെ, ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി. ഓക്കെ, ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു തീറ്റ ഡോട്ട്. ഡി തീറ്റ ബൈ ഡി ടിക്ക് പകരം ഞാൻ അവിടെ തീറ്റ ഡോട്ട് എന്ന് കൊടുത്തു. പക്ഷേ തീറ്റ ഡോട്ടിന് നമ്മൾ നേരത്തെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ തീറ്റ ഡോട്ട് എന്താണ്? തീറ്റ ഡോട്ട് ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ആണ്. ഓക്കെ, തീറ്റ ഡോട്ട് ഇസ് ഈക്വൽ ടു എന്ന് നേട്ടി ജെ ബൈ മ്യൂ ആർ സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു എന്ത് കിട്ടാം? ദാറ്റ് ഈസ് ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി. ഡി ആർ ബൈ ഡി ടി sorry dr by dt അല്ലേ? dr by dt j by mu r square into j by mu r square എന്നായിട്ട് മാറും. ഓക്കെ, j by mu r square. അപ്പോൾ ഇതൊന്ന് പുറത്തെടുത്ത് എഴുതുക. ഇതിനകത്ത് കിടക്കുന്നതിനൊന്നും മാറ്റണ്ട. ഇത് തന്നെ എന്ത് ചെയ്യുക? ഇങ്ങോട്ട് കൊണ്ടുവരിക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതായിട്ട്. ദാറ്റ് ഈസ് j by mu r square. ഓക്കെ, j by mu r square into d by dt of d by dt of dr by dt. ഇത് നമുക്ക് ഇങ്ങോട്ട് പുറത്തെടുക്കണ്ട, കാരണം ഇതിപ്പോൾ ഡെറിവേറ്റീവിനകത്ത് കിടക്കുന്നതാണ്. ഡി തീറ്റ ബൈ ഡി ടി ഡെറിവേറ്റീവിനകത്താണ് എന്ത് ചെയ്യുന്നത്? ജെ ബൈ മ്യൂ ആർ സ്ക്വയർ കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ പുറത്തെടുക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഇട്ടിക്കുക. ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, ജെ ബൈ മ്യൂ ആർ സ്ക്വയർ. ഇവിടെ മ്യൂ ആർ സ്ക്വയർ ഉണ്ട്, ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ഉണ്ട്. ഇവിടെ ഡി തീറ്റ ബൈ ഇൻറ്റു ഡി ആർ ബൈ ഡി ടി മ്യൂ ആർ സ്ക്വയർ ആണ് നമുക്കിവിടെ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂ നമുക്കിവിടെ കിട്ടി. ഇതിൽ നമ്മളിനി ചെയ്യാൻ പോകുന്നത്
ഒരു അസംഷൻ എടുക്കുവാണ്. ഓക്കെ, ഒരു അസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ 1/r എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയിരുന്നല്ലോ? ഇത്രയും വേറെ ഡൗട്ട്? അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതുവരെ നിർത്തുക. അതിനുശേഷം ഇതിന് ഇവിടെ ഇക്വേഷൻ നമ്പർ 2 ആയത് നമുക്ക് 3 എന്ന് കൊടുക്കാം. ഓക്കെ, ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 3. അടുത്ത സെക്ഷനിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് നോക്കേണ്ടത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു 1/r എന്നൊരു ഫാക്ടർ കൊടുക്കുന്നു. ഓക്കെ, 1/r അവിടുത്തെ r തന്നെയാണ്. 1/r ഞാൻ അവിടെ z എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, 1/r is equal to z എന്ന് കൊടുത്തു. ഇതിന് ഞാൻ അവിടെ ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കും കേട്ടോ. ഇക്വേഷൻ നമ്പർ 4, 3 ആയിട്ടുണ്ട്, അടുത്ത് 4. ഇനി ഈ z വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, z വാല്യൂവിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് dz ബൈ d തീറ്റ. ഓക്കെ, dz ബൈ d തീറ്റ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ആൻഡ് ഇത് ഫസ്റ്റ് നമുക്ക് 1/r² അല്ലേ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dz ബൈ d തീറ്റ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് z is equal to 1/r dz by d theta which will be equal to minus 1/r² dr by d theta എന്ന് കിട്ടും. ഓക്കെ, dr by d theta എന്ന് കിട്ടും. കാരണം ഇതിന്റെ ഫംഗ്ഷൻ അല്ലല്ലോ ഇത് z എന്ന് പറയുന്നത്. z എന്ന് വെച്ചാൽ നമുക്ക് 1/r ആണ്. അപ്പോൾ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ dr by d theta ഇവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് dr by d theta എന്ന ഈ ഒരു വാല്യൂയുടെ കൂടെ വരുന്നത്. ഓക്കെ, minus 1/r² കൂടെ ഈ ഒരു ടേം കൂടി നമുക്കിവിടെ വരും. ഓക്കെ, അതായത് r raised to -1 -1 into r raised to -1 എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് മനസ്സിലുള്ളത് r raised to -1 വരും. d by dt of r raised to -1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ദാറ്റ് ഈസ് -1 raised to r raised to -2 വരും. r raised to -2 മീൻസ് എന്താണ്? 1/r² ആണ്. ഓക്കെ, മൈനസ് കൊണ്ട് 1/r². അപ്പോൾ dz by d theta എന്ത് കിട്ടി? dz by d theta വാല്യൂ -1/r² dr by d theta എന്ന് കിട്ടി. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്യുക മീൻസ് നമുക്ക് ആവശ്യമുള്ള ടേംസ് തൊട്ട് മാറ്റാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? dr by d theta is equal to എന്ന രീതിയിൽ മാറ്റി. dr by d theta which will be equal to -r² into dz by d theta. ഓക്കെ, dz by d theta ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തിരുന്നേ ഉള്ളൂ, വേറെ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ 5ാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ദിസ് വിൽ ബി ഇക്വേഷൻ നമ്പർ 5. അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ ഇത് 5ാമത്തെ ഇക്വേഷൻ dr by d theta is equal to -r² dz by d theta. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടോ? ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് അവിടെ എന്തുണ്ട്? dr by d theta ടേം ഉണ്ട്. ഓക്കെ, dr by d theta ടേം നമുക്കിവിടെ കിടപ്പുണ്ട്. ഞാൻ d theta എന്നല്ലേ കൊടുത്തത്? dt ആണോ? ഇവിടെ ഒരു ചെറിയൊരു ഇത് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത് d theta വാല്യൂ ആണ്, ഇത് dr by d theta ആണ്. ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇവിടെ dr by d theta ടേം ആണ് വരുന്നത്. അത് ഞാൻ എഴുതി വന്ന സമയത്ത് ഇവിടെ ഒരു തീറ്റ വ്യത്യാസമാണ്. ഞാൻ നോട്ട്സിൽ അത് കറക്റ്റ് അയച്ചു തരാം. ഓക്കെ, നോട്ട്സിൽ ക്ലിയർ ആണ്. ഇവിടെ എഴുതിയപ്പോൾ ബോർഡിൽ എഴുതിയപ്പോൾ ഒരു എറർ വന്നു. അപ്പോൾ നോക്കി, ഇത് dr by d theta വാല്യൂ നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, dr by d theta j by μr². നമുക്ക് ലാസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ എങ്ങനെയാണ് വന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? dr by d theta കിട്ടി. 3ാമത്തെ ഇക്വേഷനിൽ dr by d theta വാല്യൂ നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ഈ ഒരു വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇവിടെ ഈ ഒരു വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ദാറ്റ് ഈസ് ദ ഇക്വേഷൻ r ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു, ഓക്കെ, r ഡബിൾ ഡോട്ടിന്റെ വാല്യൂ ആണ് r ഡബിൾ ഡോട്ട്. ഇവിടെ നമ്മൾ r ഡബിൾ ഡോട്ട് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, r ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? r ഡബിൾ ഡോട്ട് ഈസ് ഈക്വൽ ടു -j² z² ഡിവൈഡഡ് ബൈ മ്യൂ. ഇത് നമുക്ക് ഈ j² പുറത്തെടുത്തു. ഓക്കെ, j² അങ്ങോട്ട് കൊണ്ടുവന്നു. j² റിമൂവ് ചെയ്തതിനു ശേഷം j² z² ഈ ഒരു 1/r² ടേം. ഓക്കെ, 1/r² പകരം അപ്പോൾ 1/rz ആണെങ്കിൽ 1/r² എന്തായിരിക്കും? അതവിടെ z² ആയിരിക്കും. ഓക്കെ, ഇവിടെ 1/r² ഉണ്ട്, അതിന് പകരം എന്തായിരിക്കും? അതവിടെ z² ആയിരിക്കും. അപ്പോൾ z² ഡിവൈഡഡ് ബൈ μ², d by d theta ഓഫ് എന്ത് കിട്ടും? d by d theta ഓഫ് ഇവിടെ ഒരു r² ആണ് കേട്ടോ, 1/r². അപ്പോൾ ഇവിടെ ഒരു 1/r² ഉണ്ട്. അപ്പോൾ ഈ ഒരു 1/r² dz by d theta എന്ന ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? dr by d theta എന്ന് കൊടുക്കാം. ഓക്കെ, dr by d theta എന്ന് കൊടുക്കാൻ പറ്റും. dr by d theta dr by d theta എന്ന് കൊടുത്തു.
ഓക്കെ, അപ്പോൾ ആർ ഡബിൾ ഡോട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ബൈ മ്യൂ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ എന്ന് കിട്ടി, ഡി ആർ ബൈ ഡി തീറ്റ. ആൻഡ് ഇപ്പോൾ ഇതിൽ ഓക്കെ, ഇവിടെ ഡി ആർ അല്ല, ജസ്റ്റ് മിനിറ്റ് ഒന്ന്, ഇതിപ്പോ ഇവിടെ നമുക്ക് കിടക്കുന്ന ടേം ഡി ആർ ബൈ ഡി തീറ്റ ഓക്കെ ഇൻറ്റു ജെ ബൈ ആർ സ്ക്വയർ ടേം കൂടി ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിനെ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡി സെഡ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഈ 1 ബൈ ആർ, ഈ ഒരു മൈനസ് ആർ സ്ക്വയർ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഡിവൈഡ് ബൈ 1 ബൈ ആർ സ്ക്വയർ എന്നാക്കി മാറ്റാം. ഓക്കെ, 1 ബൈ ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി തീറ്റ ഇപ്പോൾ ശരിയായില്ലേ, 1 ബൈ ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി തീറ്റ ഉണ്ട്. അപ്പോൾ ഈ കണ്ടോ ഇവിടെ ഡി ആർ ബൈ ഡി തീറ്റ ഒരു 1 ബൈ ആർ സ്ക്വയർ ടേം കൂടി നമുക്ക് ഇവിടെ എടുക്കാം. ഈ ടേമിനെ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഈ ഒരു ടേമിൽ ഇവിടെ നമുക്ക് ഇത്രയും ടേമിന് പകരം ഈ ഡി ആർ ഉണ്ട് ഒരു 1 ബൈ ആർ സ്ക്വയർ, ഈ കിടക്കുന്ന 1 ബൈ ആർ സ്ക്വയറും ഈ ഒരു ഡി ആർ ബൈ ഡി തീറ്റയ്ക്കും പകരം അവിടെ എന്ത് ചെയ്യുന്നു, അതിന് പകരമാണ് ഞാൻ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഈ ഒരു ഡി സെഡ് ബൈ ഡി തീറ്റ എന്ന് കൊടുക്കുന്നു. ബാക്കി ജെയും അതുപോലെ തന്നെ ആ ഒരു മ്യൂ സ്ക്വയർ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്, അവിടുത്തെ 1 ബൈ ആർ സ്ക്വയർ വരെ ഇസഡ് സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയും ചെയ്ത് ശേഷം എന്ത് കിട്ടി, ഡി ബൈ ഡി തീറ്റ ഓഫ് ഡി ബൈ ഡി തീറ്റ ഓഫ് ഇത്രയും ടേമിന് പകരം ഡി സെഡ് ബൈ ഡി തീറ്റ. ഓക്കെ, ഡി സെഡ് ബൈ ഡി തീറ്റ എന്നായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആറാമത്തെ ഇക്വേഷൻ. ഓക്കെ, ആറാമത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ നമ്മൾ ഇത്രയും നേരം കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഒന്നുകൂടി നോക്കുക, വേറെ ചെയ്തിട്ടില്ല, നമ്മൾ 1 ബൈ ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തിനാണ് ആ 1 ബൈ ആറിന് ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അതിനുശേഷം ഡി സെഡ് ബൈ ഡി തീറ്റ കൊടുത്തു. ആ ഒരു സമയത്ത് മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി തീറ്റ എന്ന ടേം കൂടി നമുക്ക് കിട്ടും, കാരണം പാർഷ്യൽ ഡെറിവേറ്റീവ് ഫംഗ്ഷൻ ആയതുകൊണ്ട്. ഓക്കെ, അതിനുശേഷം അതിനൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് 1 ബൈ ആർ സ്ക്വയർ ഡി ആർ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി സെഡ് ബൈ ഡി തീറ്റ എന്ന് നമ്മളോട് കൊടുത്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യണം, ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തതിന് ശേഷം നമുക്ക് മൂന്നാമത്തെ ഇക്വേഷൻ ആർ ഡബിൾ ഡോട്ടിന്റെ ഇക്വേഷൻ ഉണ്ട്. ആ ഒരു ആർ ഡബിൾ ഡോട്ടിന്റെ ഇക്വേഷൻ ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ബൈ ഡി തീറ്റ ഇൻറ്റു ഡി ആർ ബൈ ഡി തീറ്റ ഇൻറ്റു ജെ ബൈ മ്യൂ ആർ സ്ക്വയർ ആണ്. ഓക്കെ, അത് ജെയും മ്യൂവും പുറത്തെടുത്തു, അങ്ങനെ അത് ജെ സ്ക്വയറും മ്യൂ സ്ക്വയറും ആയിട്ട് മാറി. ഓക്കെ, ജെ സ്ക്വയർ മ്യൂ സ്ക്വയറും ആയിട്ട് മാറി. പിന്നെ കൂടെ വരുന്ന അവിടെ ഒരു 1 ബൈ ആർ സ്ക്വയർ ഉണ്ടായിരുന്നു. അപ്പോൾ 1 ബൈ ആർ സ്ക്വയർ 1 ബൈ ആർ നിന്ന് ഇസഡ് ആണെങ്കിൽ ഇസഡ് സ്ക്വയർ എന്തായിരിക്കും, 1 ബൈ ആർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസഡ് സ്ക്വയറിനാക്കി മാറ്റി എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ വന്ന ഈ ഒരു ഡി ബൈ ഡി തീറ്റ വാല്യൂ, ഓക്കെ, ഡി ബൈ ഡി തീറ്റ കൂടെ കിടക്കുന്ന ഈ ഒരു ടേമിന് പറഞ്ഞ അവിടെ എന്ത് ചെയ്തു, അവിടെ ഡി സെഡ് ബൈ ഡി തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഡി സെഡ് ബൈ ഡി തീറ്റ. ഇനി നമുക്ക് നേരെ ഇക്വേഷൻ നമ്പർ 1 പോവാം. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ഒന്നാമത്തെ ഇക്വേഷൻ എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു, ഓക്കെ, എഫ് ഓഫ് ആർ ഇസ് ഈക്വൽ ടു മ്യൂ ആർ ഡബിൾ ഡോട്ട് മൈനസ് ജെ സ്ക്വയർ ബൈ മ്യൂ ആർ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ദാറ്റ് ഈസ് കൊടുക്കാം, ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, ദാറ്റ് ഈസ് വി ആർ ഗെറ്റിംഗ് it should be equal to substituting in equation 1, ഒന്നാമത്തെ ഇക്വേഷനിൽ ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ ആണ് ഈ കിടക്കുന്നത്. ഓക്കെ, ആർ ഡബിൾ ഡോട്ടിന്റെ വാല്യൂ, അപ്പോൾ ഒരു മ്യൂ അവിടെ ഉണ്ട്. ഓക്കെ, ഓൾറെഡി നമുക്കൊരു മ്യൂ ഉണ്ട്, മ്യൂ ഇൻറ്റു ആർ ഡബിൾ ഡോട്ട് ആണ്, മ്യൂ ഉണ്ട് മൈനസ് ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ സ്ക്വയർ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് ഡി സെഡ് ബൈ ഡി തീറ്റ എന്ത് കിട്ടും, ഡെറിവേറ്റീവ്, രണ്ട് ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറ്റാം, ദാറ്റ് ഈസ് ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി തീറ്റ സ്ക്വയർ. ഓക്കെ, ഇപ്പോൾ രണ്ടും സെയിം ഇതായതുകൊണ്ടാണ് നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റിയത്. ഇതിപ്പോൾ ഡി തീറ്റ ഇത് ഡി ടി ആണ്, നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിപ്പോൾ. ഇപ്പോൾ നമുക്ക് രണ്ടിന്റെ വാല്യൂസ് എന്ത് ചെയ്യാം, സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡിഫറൻഷ്യൽ സെയിം ആയതുകൊണ്ട് നമുക്ക് അതിനെ സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി തീറ്റ സ്ക്വയറിനാക്കി മാറ്റിയിട്ടുണ്ട്. മൈനസ് എന്ത് കിട്ടും, മൈനസ് അതിൽ കൂടുതലുള്ള ടേം ദാറ്റ് ഈസ് ജെ സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ആർ ക്യൂബ് ആണ് കിടക്കുന്നത്. ഓക്കെ, ആർ ക്യൂബിന് നമുക്ക് വേണേൽ എന്ത് ചെയ്യാം, ഇവിടെ കണ്ടോ ഇതിലൊരു ആർ ക്യൂബ് ടേം ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ ആർ ക്യൂബ് ടേം. അപ്പോൾ ആർ ക്യൂബിനെ കൂടി ഞാൻ ഇസഡിലോട്ട് മാറ്റുന്നു. ഓക്കെ, 1 ബൈ ആർ എന്ന് പറയുന്നത് ഇസഡ് ആണെങ്കിൽ 1 ബൈ ആർ ക്യൂബ് എന്തായിരിക്കും, ഇസഡ് ക്യൂബ് ആയിരിക്കും. ഓക്കെ, 1 ബൈ ആർ എന്ന് പറയുന്നത് ഇസഡ് ആണെങ്കിൽ 1 ബൈ ആർ ക്യൂബ് എന്ന് പറയുന്നത്
ഇസഡ് ക്യൂബ് ആയിരിക്കും. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുന്നുണ്ട്. ഓക്കെ, നമുക്ക് സിംപ്ലിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്, നമുക്ക് സെൻറ്റർ ഡൗൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എത്തിക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആറിന്റെ ടേംസിനെല്ലാം മാറ്റിയിട്ട് അതിന് ഇസഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ജെ സ്ക്വയർ ഇസഡ് ക്യൂബ് ആയിട്ട് മാറും, വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് ആർ എന്ന് എഴുതണം. പക്ഷേ എഫ് ഓഫ് ആറിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സമയത്ത് നമുക്ക് അവിടെ ഇസഡിന്റെ ഫാക്ടർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ എഫ് ഓഫ് ആറിന്റെ പകരം അവിടെ 1/z എന്ന് കൊടുക്കുന്നു. ഓക്കെ, 1/z എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ, അപ്പോൾ ഈ ഒരു മ്യൂ ഒക്കെ ക്യാൻസൽ ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ബൈ മ്യൂ, കണ്ടോ ഇവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്, രണ്ടിടത്തും സെയിം ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെയും ഉണ്ട്, ഇവിടെയും കിടപ്പുണ്ട്. നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഇസഡ് ക്യൂബ് ആണ്, ഇവിടെ ഒരു ഇസഡ് സ്ക്വയർ ആണ്. കംപ്ലീറ്റ്ലി ഔട്ട് എടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ മ്യൂ ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി തീറ്റ, ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി തീറ്റ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഒരു മൈനസ് കൂടി നമ്മൾ ഇപ്പുറത്തുണ്ട് കേട്ടോ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്തു, ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, അത് മൈനസ് എഫ് ഓഫ് ഇസഡ് ആക്കി മാറ്റാം. ഓക്കെ, മൈനസ് എഫ് ഓഫ് ഇസഡ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഓർബിറ്റിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇക്വേഷൻ റെപ്രസെന്റ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ആൻ ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ജെ സ്ക്വയർ ഇസഡ് സ്ക്വയർ ബൈ മ്യൂ ഇൻറ്റു ഡി സ്ക്വയർ ഇസഡ് ബൈ ഡി തീറ്റ സ്ക്വയർ പ്ലസ് ഇസഡ് is equal to minus f of 1/z. This equation represents the equation of an orbit. Okay. അപ്പോൾ ഒരു ഓർബിറ്റിന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെറിവേഷൻ ഇങ്ങനെ ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ കിട്ടി, അതുപോലെ തന്നെ എങ്ങനെ ഡെറിവേഷൻ ചെയ്തു വന്നു, നമ്മളിപ്പോൾ ഈ ഒരു മെത്തേഡാണ് ഫോളോ ചെയ്ത് വന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ എടുത്തിട്ട് അതിനെ ഡിഫറൻഷിയേറ്റ്, അതായത് ആറിന്റെ വാല്യൂ ഒക്കെ എടുത്താണ് എന്ത് ചെയ്ത് ഡിറൈവ് ചെയ്ത് വന്നത്. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.